നമസ്കാരം. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ അവരവർ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മാതാപിതാക്കളുടെ നിർദ്ദേശം സമന്വയിപ്പിച്ചും കൊണ്ടും അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം സ്വീകരിച്ചും കൊണ്ടും അവലംബിക്കുന്ന കാര്യങ്ങളിൽ പൂർണ്ണ ഫലപ്രാപ്തി നേടും എന്ന് മാത്രമല്ല, ഈ ഒരു അവലംബിക്കുന്ന കാര്യങ്ങളിൽ ഭാവിയിലേക്ക് ഗുണകരമാകും വിധത്തിൽ ജീവിതത്തിന് തന്നെ വഴിത്തിരിവുണ്ടാകുന്ന ചില കർമ്മ മേഖലകൾക്ക് വഴിയൊരുക്കുവാനും തന്മൂലം സാമ്പത്തികമായിട്ടുള്ള പുരോഗതിക്കും എന്ന് മാത്രമല്ല, ഒരു പക്ഷേ വിദേശയാത്രയ്ക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. സാമ്പത്തികമായിട്ടുള്ള സുസ്ഥിരതയുള്ള പ്രവർത്തന മണ്ഡലങ്ങളിലോ വ്യാപാര വ്യവസായ മേഖലകളിലോ പ്രവർത്തിക്കുവാനുള്ള സാഹചര്യങ്ങൾ കൂടി ഉണ്ടായിത്തീരും. അതായത് ഏതു വിധത്തിലും കരാറ് ജോലികളാണെങ്കിലും സ്വന്തമായ പ്രവൃത്തി മണ്ഡലങ്ങൾ ചെയ്യുകയാണെങ്കിലും മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യുകയാണെങ്കിൽ പോലും അതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ എല്ലാ പ്രകാരത്തിലും വന്നു ചേരും. വർഷങ്ങൾക്ക് മുമ്പ് നിർത്തിവെച്ചതായിട്ടുള്ള പല കർമ്മ പദ്ധതികൾക്കും ഗുണകരമാകും വിധത്തിലുള്ള പല ആശയങ്ങളും വന്നു ചേരുമെങ്കിലും സാമ്പത്തികമായിട്ടുള്ള സഹായം വന്നു ചേർന്നല്ലാതെ യാതൊരു കാര്യങ്ങൾക്കും ഇറങ്ങി പുറപ്പെടരുത് എന്നുകൂടി ഈ മെയ് മാസത്തിൽ പറയുന്നു. ഭക്തി ശ്രദ്ധാപുരസ്സരം ചെയ്യുന്ന കാര്യങ്ങളിൽ അനുഭവഫലം പൂർണ്ണ ഫലപ്രാപ്തി ഉണ്ടായിത്തീരും. ഗവൺമെൻറ്റിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള ചില കരാർ ജോലികളിൽ ഒപ്പുവയ്ക്കുവാൻ യോഗമുണ്ട്. എന്നാൽ സ്വതന്ത്രമായിട്ട് മറ്റൊരു കരാർ ജോലികൾ ഒപ്പുവയ്ക്കുകയാണെങ്കിൽ ഒരു പരിധിയിലധികം സാമ്പത്തികമായിട്ടുള്ള സുസ്ഥിരത കുറഞ്ഞുകൊണ്ടുള്ള ഏറ്റെടുക്കുന്നത് അത്ര ഗുണകരമല്ല. പുണ്യതീർത്ഥ ഉല്ലാസ യാത്രകൾ മംഗളകരമാക്കി തീർക്കുവാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമാകും വിധത്തിൽ പരീക്ഷയിൽ എഴുതുവാൻ സാധിക്കും. ഒരുപക്ഷെ മക്കളുടെ പല വിധത്തിലുള്ള ആവശ്യങ്ങൾക്കായിട്ട് അവധിയെടുത്ത് മക്കളോടൊപ്പം ഈ ഒരു മാസം താമസിക്കേണ്ടതായ സാഹചര്യങ്ങൾ കൂടി ഉണ്ടായിത്തീരും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കുന്നത് വഴി ഒരുപക്ഷെ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് 5-6 മാസം ഗൃഹത്തിൽ നിന്നും വിട്ടു താമസിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുമെങ്കിലും അത് സ്വീകരിക്കുന്നത് നന്നായിരിക്കും. സ്വല്പം സാമ്പത്തികമായിട്ടുള്ള നേട്ടമൊന്നുമില്ലെങ്കിൽ കൂടിയും അതിൻ്റെ സ്ഥാനത്തിൻ്റെ വലുപ്പം മനസ്സിലാക്കിക്കൊണ്ട് അത് സ്വീകരിക്കുന്നത് ഒരു പക്ഷേ അതിൻ്റെ ഒരു പരിണത ഫലം എന്ന് പറയുന്നത് 2020 ഉണ്ടായിരിക്കുകയുള്ളൂ. എന്നിരുന്നാലും അത് സ്വീകരിക്കുന്നത് നന്നായിരിക്കും. വ്യക്തമായിട്ടുള്ള ദിശാബോധത്തോടുകൂടി പുതിയതായിട്ടുള്ള പല ആശയങ്ങളും വന്നു ചേരുമെങ്കിലും സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറുന്നത് നന്നായിരിക്കും. മംഗളകർമ്മങ്ങളിലും വിരുന്ന് സൽക്കാരത്തിലും പങ്കെടുക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. മക്കളുടെ പല വിധത്തിലുള്ള ആവശ്യങ്ങൾ നിർവഹിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സൂക്ഷ്മ പരീക്ഷണ നിരീക്ഷണങ്ങളിൽ അനുകൂലമായ വിജയം കൈവരിക്കും. ഏതൊരു കാര്യവും കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന കർമ്മ പദ്ധതികളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം എല്ലാ പ്രകാരത്തിലും വന്നു ചേരും. ആഗ്രഹിക്കുന്ന വിദേശയാത്രയ്ക്ക് അനുകൂലമായ അനുമതി ലഭിക്കും. വിദേശത്ത് താമസിക്കുന്നവർക്കാണെങ്കിലോ അവിടെ സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുവാനും യോഗം കാണുന്നുണ്ട്. പൊതുവെ ആഗ്രഹിക്കുന്ന ഏതൊരു സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളെയും വളരെ ശ്രമകരമായിട്ടുള്ള രീതിയിൽ തന്നെ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനുള്ള കഴിവും പ്രാപ്തിയും അവസരവും എല്ലാ പ്രകാരത്തിലും മകൻ നക്ഷത്രക്കാർക്ക് ഈ ഒരു മെയ് മാസത്തിൽ ഉണ്ടായിത്തീരും. എന്നാൽ ഒക്ടോബർ വരെ പൊതുവെ വ്യാഴാനുകൂലക്കുറവുള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും മുൻപ് പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും സ്വല്പം ശ്രദ്ധയും സൂക്ഷ്മതയും ഉണ്ടാകുന്നത് നന്നായിരിക്കും എന്നുകൂടിയാണ് മകൻ നക്ഷത്രക്കാരുടെ ഈ മെയ് മാസത്തിലെ ഫലങ്ങളായി പറയുവാനുള്ളത്. നമസ്കാരം.